ഇനി നമ്മൾ 20ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 20ാമത്തെ ചോദ്യം നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. സോ സിഗ്മ കെ ഈക്വൽ ടു 1 ടു നോക്കിക്കാൻ മക്കളെ, ഇവിടെ കെക്ക് 1 കൊടുത്താൽ A1 കിട്ടും. സോ അപ്പം ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. അങ്ങനെ ഓരോ വാല്യൂസ്. ദെൻ A10ഉം A6ഉം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ് ചോദ്യം. നമുക്ക് എപ്പോഴും സീക്വൻസ് സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജനറൽ ടൈം ANനെ നമുക്ക് SN മൈനസ് 1 നമുക്ക് എഴുതാം. ഓക്കെ, നമുക്കിങ്ങനെ AN എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ SNഉം SN മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം AN ഈക്വൽ ടു നമുക്ക് ആൽഫ എൻ സ്ക്വയർ പ്ലസ് ബീറ്റ എൻ മൈനസ് SN മൈനസ് 1 വരുമ്പം N മൈനസ് 1 കൊടുക്കണം നമ്മളിവിടെ. ആൽഫ N മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ബീറ്റ N മൈനസ് 1 വരും. റെഡി അല്ലേ മക്കളെ? ഇത് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ആൽഫ N സ്ക്വയർ മൈനസ് N മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ബീറ്റ എന്നൊരു വാല്യൂയിലേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ഓപ്പറേറ്റ് ചെയ്യണം നിങ്ങൾ കേട്ടോ. ഞാനത് ഓൾറെഡി ചെയ്തായിരുന്നു. സോ ആൽഫ 2n മൈനസ് 1 പ്ലസ് ബീറ്റ നമുക്ക് കിട്ടും ഇവിടുന്ന്. ഓക്കെ, അപ്പം ANന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? AN ഈക്വൽ ടു 2 ആൽഫ N മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. റെഡി അല്ലേ മക്കളെ? സോ ഇനി A10 നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യും? 2 ഇൻറ്റു ആൽഫ ഇൻറ്റു 10 മൈനസ് ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 ആൽഫ, അത് 19 ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. ഇത് എത്രയെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 59 നമുക്ക് തന്നിട്ടുണ്ട്. റെഡി? ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് A6 ആണ്. A6 ഈക്വൽ ടു 7 ഇൻറ്റു A1 എന്ന് തന്നിട്ടുണ്ട്. മക്കളെ A1 എന്തുവാ? ഇതിനകത്ത് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് കൊടുക്കുന്നു. അത് A6 ഈക്വൽ ടു 7 ഇൻറ്റു A1 എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി A6 ഇതുപോലെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് 6 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 6 വരുമ്പോഴത്തേന് 12. അപ്പോൾ 11 ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. സോ 11 ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു നിങ്ങൾക്ക് 7 ആൽഫ പ്ലസ് 7 ബീറ്റ എന്ന് കിട്ടും. സോ 4 തന്നെ ഇവിടെ നമുക്ക് 6 ബീറ്റ എന്ന് കിട്ടും. ഇത് കട്ട് ചെയ്ത് 2 ആൽഫ 3 ബീറ്റ എന്ന് കിട്ടും. ദെൻ ബീറ്റ ഈക്വൽ ടു നമുക്ക് 2 ആൽഫ ബൈ 3 എന്ന് കിട്ടും. റെഡി മക്കളെ? സോ ഇനി നമുക്ക് പ്രീവിയസ് ഇക്വേഷൻ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 19 ആൽഫ പ്ലസ് ബീറ്റ 2 ആൽഫ ബൈ 3 59 എന്ന് കിട്ടും. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 59 ആൽഫ ബൈ 3 ഈക്വൽ ടു 59 എന്ന് കിട്ടും. ദെൻ ആൽഫ ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ബീറ്റ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? ബീറ്റയുടെ വാല്യൂ ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് 2 ആൽഫ അല്ലേ? സോ 2 ഇൻറ്റു 3 ബൈ 3 കിട്ടും. സോ നമുക്ക് 2 എന്ന് കിട്ടും. സോ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എത്ര കിട്ടും? 3 പ്ലസ് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. സോ 5 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ?